എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. സ്വിമ്മിംഗ് ഒന്നും അറിയാത്തൊരു ഫാമിലി കോൺഫിഡൻ്റ് ആയിട്ട് സ്വിമ്മിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ജോബി ചേട്ടൻ്റെയും ജിപ്പി ചേച്ചിയുടെയാണ്. രണ്ടുപേരും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇവരെ 4 പേര് ഒന്നിച്ച് കിക്ക് ചെയ്ത് വരുന്ന വീഡിയോ ആണ്. ഒരു 10 റൗണ്ട്സ് കിക്കിങ് ഇവർ ചെയ്യും. 10 റൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 200 മീറ്റർ വരുവേ. ഇവർ വീക്കിൽ ഒരു 4 ക്ലാസ് 5 ക്ലാസ് എങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഹാൻഡ് മൂവ്മെൻ്റ് ആണ്. അത് നമ്മൾ ബോർഡിൽ തന്നെയാണ് ചെയ്യിക്കുന്നത്. ഇത് ഒരു 10 റൗണ്ട്സ് തന്നെ ചെയ്യുക. ബ്രീത്തിങ്ങും ഹാൻഡ് മൂവ്മെൻറ്റും കറക്റ്റ് ആക്കാനാണ് നമ്മൾ ബോർഡിൽ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അവർക്ക് ബ്രീത്തിങ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇതിൽ 2 പേരും നന്നായിട്ട് വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. ഇനി ഇവർ 4 പേര് ഒന്നിച്ച് ഫ്രീ സ്റ്റൈൽ ഹാൻഡ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാവേ. അപ്പോൾ 4 പേര് റെഡി ആയിട്ടിരിക്കുവാണ്. സ്റ്റാർട്ട് ചെയ്ത് വിടാവേ. ഒരു കുടുംബത്തിലെ 4 പേര് ഒരുമിച്ച് സ്വിമ്മിങ് ചെയ്യുന്നത് നമ്മുടെ അക്കാഡമിയുടെ ഫസ്റ്റ് ടൈമാണ്. പലർക്കും ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ കാണും. പക്ഷേ ടൈമിങ്, ഇവരുടെ ജോലി തിരക്ക് ഇതൊക്കെ കാരണമാണ്. ഇവരും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഇതിനും ഒരു സമയം കണ്ടെത്തിയിട്ടാണ് വരുന്നത്. ഇവർ 2 പേര് നേഴ്സായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ജോലി തിരക്കിൻ്റെ ഇടയ്ക്കും അവർ അവരുടെ ഹെൽത്തിന് വേണ്ടിയും സ്വിമ്മിങ് എന്നുള്ള സ്കില്ല് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവർ കണ്ടിന്യൂ ചെയ്ത്. ഇനി ചേച്ചി സ്വിം ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. ചേച്ചിയുടെ വെയിറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ബാക്ക് പെയിനും മാറി. സ്വിമ്മിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബാക്ക് പെയിന് അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാട് റിക്കവർ ആവുക. ഇനി ചേട്ടൻ സ്വിം ചെയ്യുന്ന കാണാതെ. പണ്ട് നല്ല ഹാർഡായിട്ടായിരുന്നു സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നല്ല റിലാക്സ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു ഗുണം തന്നെയാണത്. പിന്നെ ചേട്ടനും 3-4 കിലോ വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. വയറൊക്കെ കുറഞ്ഞെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അവർക്ക് സ്വിമ്മിങ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അത് അവർ പഠിച്ചു. എല്ലാവരെ കൊണ്ടും പറ്റും, പഠിക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവുക. പിന്നെ ടൈം കണ്ടെത്തുക. മെയിനായിട്ട് ടൈമാണ് വേണ്ടത്. ഇതിപ്പോൾ ചെയ്യുന്നത് ഈതനാണ്. ഫ്രീ സ്റ്റൈലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രീ സ്റ്റൈൽ മാത്രമല്ല, ഒരു ബാക്ക് സ്ട്രോക്ക് ചെയ്യാൻ തുടങ്ങി. ബട്ടർഫ്ലൈ ചെയ്യും. അങ്ങനെ ബാക്ക് സ്ട്രോക്കും ബട്ടർഫ്ലൈ ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നവർക്ക്. ഇനി ചെയ്യുന്ന ഇവയാണ്. ഇവയുടെ സ്ട്രോക്ക് നല്ല ക്ലിയറാണ്. കിക്കിംഗ് ഒക്കെ ചെയ്ത് ഹാൻഡ് മൂവ്മെൻ്റ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആക്കി തന്നെയാണ് എടുക്കുന്നത്. പിള്ളേർ രണ്ടും പെട്ടെന്ന് തന്നെ പഠിച്ചു. സ്വിമ്മിങ് പഠിക്കുന്നതിന് ഏജ് പ്രശ്നമൊന്നുമല്ല. പക്ഷേ എല്ലാവരുടെയും ശരീരം ഒരേ രീതി വഴങ്ങണമെന്നില്ലല്ലോ. കുറച്ച് പേർക്ക് ടൈം എടുക്കും, കുറച്ച് പേര് പെട്ടെന്ന് പഠിക്കും. നമ്മുടെ അക്കാഡമി വരുന്നത് കുവൈറ്റിലാണ്. അക്കാഡമിയുടെ പേര് സ്പീഡ് സ്പോർട്സ് അക്കാഡമി. നമുക്കിപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാവേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.